എടാ ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചായിരുന്നു കേട്ടോ, നമുക്ക് നെക്സ്റ്റ് മന്ത് എൻഗേജ്മെന്റ് നടത്താം. എനിക്ക് ടെക്നിക്കൽ സൈഡ് ആയിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം കുഞ്ഞിലെയൊക്കെ. സിനിമ പ്രോസസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിൽ എനിക്ക് ആ ഡയറക്ടറോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറോ ഒക്കെ ആവാനായിരുന്നു കുഞ്ഞിലെ താല്പര്യം. അപ്പൊ അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ക്യാമറാമാൻ ആവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഭിനയം എന്തായാലും നടക്കില്ല എന്ന് എന്റെ സ്വയം തോന്നലാണ്. ഞാൻ വണ്ടി ഓടിച്ചിട്ടെ. ലൈസൻസ് ഉണ്ടോ? ആക്സിലേറ്റർ ക്ലച്ച്. എന്റെ ഡ്രൈവിംഗ് കണ്ടിട്ട് എനിക്ക് എനിക്ക് പുതിയൊരു കാറൊക്കെ വാങ്ങി തന്നു. അത് ഷോറൂമിൽ നിന്ന് ഇറക്കി അങ്ങോട്ട് കൊണ്ടുവരണ വഴിക്ക് ഒരു ഒറ്റയിടി. ഇൻഡിക്കേറ്റർ ഉണ്ട്, റൈറ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് മേലേക്കല്ലേ. ഇപ്പൊ നോക്കിയാലും എന്റെ അടുത്ത് ഒരു പെൺകുട്ടിയായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അത് എന്റെ ലേഡീസ് സീറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കുറെ പേര് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാനത് ഇപ്പൊ പറയണോ? ചേട്ടാ അങ്ങനെ പറഞ്ഞ ചേട്ടൻ കാരണം ചെയ്യാൻ നന്നായിട്ട് ഓടിച്ചെന്നല്ലേ പറഞ്ഞത്. ഞാനൊന്ന് മാറ്റി വരുന്നുള്ളൂ ചായ കൊടുത്ത്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സംതിങ് സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സംതിങ് സ്പെഷ്യലില് എന്റെ കൂടെയുള്ള നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഒരു ഫാമിലി മെമ്പർ കൂടി ആയിട്ടുള്ള അനുചേട്ടനാണ്. അപ്പൊ ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ള നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലാണ്. അപ്പൊ ചേട്ടൻ വരാന്നിട്ട് കുറെ നേരമായി, ഞാൻ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഞാനും ചേട്ടനും കൂടെ ഒരു കോഫി കുടിക്കാൻ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചേട്ടന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യണം, ചേട്ടൻ വന്നിട്ടില്ല. ബ്ലോക്ക് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. ഹലോ, എത്ര നേരായി? സുഖം. ഓക്കെ, എന്താ നമ്മുടെ പ്ലാൻ? നമുക്ക് ചുമ്മാ ഡ്രൈവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചേട്ടനായിട്ട് ഒരു കോഫി കുടിക്കാൻ പോവാട്ടോ. ഓക്കെ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ബിഗ് ബെൻ അങ്ങോട്ട് അടിച്ചു കേറാണല്ലോ. താങ്ക് യു. അത് നമ്മള് കൊറേ നാളത്തെ കഷ്ടപ്പാടിന്റെ ഇതാണല്ലേ. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? എല്ലാവർക്കും ഭയങ്കര രസമുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ. നമ്മള് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സബ്ജക്ട് ഇതുവരെ മലയാളത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പം അത് വർക്ക് ചെയ്തെടുക്കുമ്പോൾ അത് എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ടെൻഷനുള്ള ഏരിയ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കണക്ട് ആയി, ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി, എല്ലാരും വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തിയേറ്റർ സിനിമ കാണാനൊക്കെ. ആണോ? ഞാൻ ഈ സിനിമ കണ്ടപ്പോഴാണ് ചേട്ടൻ ഇത്രയും ഇങ്ങനത്തെ ഒരു കലിപ്പ് റോളൊക്കെ ചേട്ടൻ പൊതുവെ എന്താണ് സീരിയസ് ക്യാരക്ടറാണ് ചെയ്യാറ്, എന്നാലും എന്താ പറയാ അങ്ങനെ ഭയങ്കര അങ്ങോട്ട് ഇതായിട്ടുള്ള ക്യാരക്ടർ. ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ സീരിയസ് സിനിമകളാണ് കൂടുതൽ ചെയ്തതെങ്കിലും എന്റെ ഒരു ഏരിയയിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ ഇതിനകത്ത് ജീനിനെ സംബന്ധിച്ചിടത്തോളം ജീൻ ഒരു ഹസ്ബൻഡാണ്, ഒരു പോലീസ് ഓഫീസറാണ്, ഒരു കാമുകനാണ്, ഒരു അച്ഛനാണ്. അപ്പം അങ്ങനത്തെ കുറെ ലേയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഒരു ഭയങ്കര ഒരു എടുത്തുചാട്ടമുള്ള ഒരാള്, അയാൾ പോലും പ്രതീക്ഷിക്കാത്ത ഓരോ സിറ്റുവേഷൻസിൽ അയാളുടെ സ്വഭാവം കാരണം പെട്ടുപോവാന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ അൺഎക്സ്പെക്ടഡ് ഏരിയസിലൂടെ കുറെ പോകുന്നുണ്ട് ആ ക്യാരക്ടർ. അപ്പം അത് ഒരു ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ ടീമും ഡയറക്ടറും റൈറ്ററും ഒക്കെ ഒരാൾ തന്നെ ആയതുകൊണ്ട് നമ്മളുടെ സ്ഥിരം ഡിസ്കഷന്റെ പുറത്തൊക്കെ കുറെ കൂടി ഇന്നാവാൻ പറ്റി ആ പടത്തില്. അല്ല, ചേട്ടൻ പൊതുവെ ഇങ്ങനെ കൂടുതലൊരു യൂത്ത് ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്യാറ്. ഒരു അച്ഛൻ റോൾ അങ്ങനെ ചെയ്ത് നമ്മള് കണ്ടിട്ടില്ലല്ലോ. അച്ഛൻ റോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഇല്ല, കാരണം എനിക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഒരു കുറച്ച് വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ അടിച്ചാണ്. ഇപ്പം എന്റെ മോനും ഏകദേശം ആ സിനിമയിലുള്ള മോളുടെ ഒക്കെ ഏകദേശം ഒരു പ്രായമാണ്. അപ്പം പല സീക്വൻസുകളും എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി. അത് അങ്ങനെ വലിയൊരു ടെൻഷനുള്ള ഏരിയ ആയിട്ട് തോന്നിയില്ല. ഓക്കെ ചേട്ടാ, ഇപ്പം വിനു ചേട്ടൻ മൂവീസിലുണ്ട്, ചേട്ടൻ സായി ചേട്ടൻ മൂവീസിലുണ്ട്, അമ്മ മൂവീസിലുണ്ട്. അപ്പം ഫാമിലി മൊത്തത്തിൽ മൂവീസിലാണ്. അപ്പൊ ചേട്ടന് മൂവീസിലോട്ട് വരാൻ തന്നെയായിരുന്നോ ആഗ്രഹം, അതെയോ ചേട്ടന് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടായിരുന്നോ? പ്ലാൻ ഇൻ ദ സെൻസ്, ഞാൻ വർക്ക് ചെയ്യായിരുന്നു ബാംഗ്ലൂരിൽ. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രൊഡക്ട് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തു. എന്നിട്ട് ഒരു ഏകദേശം 2 വർഷം ബാംഗ്ലൂർ ജോലി ചെയ്തു. എന്നിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നതൊക്കെ.
പക്ഷെ ഈ പറയുന്ന പോലെ ഒരു ആക്ടിങ് കുറെ പേര് അത് എനിക്ക് താല്പര്യമില്ല അങ്ങനല്ല, പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ സ്കൂൾ സമയത്തൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ട്, അല്ലെങ്കിൽ ആർട്സ് ഡേക്കൊന്നും ഞാൻ സ്കൂളിൽ ഒരു പ്രോഗ്രാമിലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെയാണ് എൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പം സ്കൂളിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാ മറ്റേ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഈ ഫാമിലിയിൽ വരുന്നുണ്ട്. അപ്പം മുതൽ എല്ലാവരും സിനിമ ആക്ടിങ് പ്രൊഫഷനായിട്ട് എടുത്ത ആൾക്കാരാണ്. അപ്പോ എന്നെ പിടിച്ച് നാടകത്തിൽ അഭിനയിക്കാനുള്ള ശ്രമങ്ങള്, അല്ലെ ടീച്ചേഴ്സ് നാടകം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് അച്ഛനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അത് പ്ലേ ചെയ്യാനുള്ള പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് സ്റ്റേജിൽ കയറി 4 പേരുടെ മുഖം കാണുമ്പോഴേ തലറങ്ങി വീഴും. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ളൊരു പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഈ പറയുന്ന ആർട്സ് ഡേയുടെ സമയത്തൊക്കെ മിക്കവാറും സ്കൂളിൽ നിന്ന് മുങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ആ ഒരു കുട്ടിക്കാലം. പിന്നെ ഇത് ബൈ ചാൻസ് ആണ് എനിക്ക് ടെക്നിക്കൽ സൈഡ് ആയിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം കുഞ്ഞിലെയൊക്കെ. സിനിമ പ്രോസസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിൽ എനിക്ക് ആർട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറോ ഒക്കെ ആവാനായിരുന്നു കുഞ്ഞിലെ താല്പര്യം. അപ്പൊ അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ക്യാമറാമാൻ ആവണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഭിനയം എന്തായാലും നടക്കില്ല എന്ന് എന്റെ സ്വയം തോന്നലാണ്. അപ്പൊ അത് കാരണം ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രൊഡക്ട് ഡിസൈനിങ് കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്തു. അപ്പം ആ സമയത്തൊക്കെയാണ് ഞാൻ ബൈ ചാൻസ് ചട്ടമ്പിനാട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്, ഓർക്കൂട്ട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ അപ്പോഴത്തെ അത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ട് ചെയ്തല്ല. തീവ്രം സിനിമ മുതലാണ് സത്യം പറഞ്ഞാൽ ഇതാണ് എന്റെ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനം എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തത്. നല്ലൊരു വില്ലനാണെങ്കിലും നല്ലൊരു ഇത് കിട്ടിയില്ലേ? അതെ, അത് ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര, ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ജീൻ ചെയ്യാൻ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രാഘവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഓട്ടോ ഡ്രൈവറാണ്, അയാൾക്ക് ഭാര്യയുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ എന്റെ 21ാമത്തെ വയസ്സിൽ അത് ചെയ്ത. അപ്പൊ അതൊന്നും എനിക്ക് പേഴ്സണൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയകളായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടി കുറച്ച് ഓട്ടോ ഒക്കെ ഓടിക്കാൻ പഠിച്ചു. അപ്പം അങ്ങനെയൊക്കെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെ ചേട്ടാ, ഞാൻ വണ്ടി ഓടിച്ചിട്ടെ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെ റോട്ടിൽ കൂടെ അങ്ങനെ ഓടിക്കാറില്ല. കാട്ടിക്കൂടാണോ വണ്ടി ഓടിക്കുക? അങ്ങനെയല്ല, അങ്ങനെ ഭയങ്കര തിരക്കുള്ള റോട്ടിൽ കൂടെ അങ്ങനെ ഓടിക്കാറില്ല. എങ്കിൽ പിന്നെ വല്ല ഹർത്താൽ ദിവസം ഇറങ്ങേണ്ടി വരും. ചേട്ടാ ഇത് അധികം തിരക്കില്ലല്ലോ, ചേട്ടാ ഇവിടെ നിന്നിട്ട് പറഞ്ഞാ മതി. ഓക്കെ, എന്നാ നോക്കാം. ഓടിക്കല്ലേ? ഓടിക്കാല്ലേ? ഓടിക്കാം. നാട്ടുകാരെ ഓടിക്കല്ല, വണ്ടി ഓടിക്കുമല്ലോ അല്ലേ? ടെൻഷൻ ആക്കല്ലേ? ഓക്കെ, എന്നാ ട്രൈ ചെയ്ത് നോക്ക്. സെറ്റല്ലേ? ചേട്ടൻ പേടിയൊന്നും ഇല്ലല്ലോ? കുറച്ച് എനിക്ക് പേടിയുണ്ട്. ഓടിക്കുമല്ലേ? ഓടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗൈസ്, ഞാൻ വണ്ടി ഓടിക്കാൻ പോണേ. വെയിറ്റ് ആൻഡ് സീ. അയ്യോ, ഓക്കെ, കാണുന്നുണ്ടോ? ആക്സിലറേറ്റർ ക്ലച്ച് ഐശ്വര്യ എവിടെന്നാ തുടങ്ങണ്ടേ? ഇതല്ലേ സീറ്റ് ബെൽറ്റ്. ബ്രേക്ക് ചവിട്ടി ഡ്രൈവിലോട്ടല്ലേ ഇടണേ? ഈ ബട്ടൺ ഞെക്കിയിട്ട് താഴേക്ക്. ചേട്ടാ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ? ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ സീനാ ഞാൻ. സൂപ്പർ അല്ലേ? ലെഫ്റ്റ് പിടിച്ച് ഇങ്ങനെ പോവാം നമുക്ക്. ലെഫ്റ്റ് പിടിക്കാല്ലേ? ഹർത്താൽ ദിവസം പോവായിരുന്നു. ചേട്ടാ അങ്ങനെ പറയുന്നത് എനിക്കൊരു അബദ്ധം പറ്റുവാണെങ്കിൽ പിന്നെ വണ്ടി അങ്ങനെ ഓടിക്കാൻ. എനിക്ക് എന്റെ ഡ്രൈവിംഗ് കണ്ടിട്ട് എനിക്ക് എനിക്ക് പുതിയൊരു കാറൊക്കെ വാങ്ങി തന്നു. അത് ഷോറൂമിൽ നിന്ന് ഇറക്കി അങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് ഒരു ഒറ്റയിടി, പിന്നെ വണ്ടി തൊട്ടിട്ടില്ല. എന്താ പേടിയുണ്ടോ? പേടിക്കണ്ട. നമുക്കേ കുറച്ച് കേട്ടോ ഈ വളക്കാനും തിരിക്കാനൊക്കെ അറിയാമോ? വളക്കാനും തിരിക്കാനും കുറച്ചൊക്കെ. ചേട്ടൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ പറ്റില്ലല്ലോ. ഇവിടുന്ന് വളക്കണോ? കുറച്ച് നേരെ പൊക്കോ, കുറച്ചും കൂടെ നേരം ഒന്ന് ഓടിച്ചു നോക്ക്. നമുക്ക് ആക്ച്വലി മോളിലോട്ടാ പോകണ്ടേ. അത് അവിടെ നേരെ പോയിട്ട് നമുക്ക് യൂ ടേൺ എടുത്തിട്ട് ഞാൻ എടുക്കാം. അത് ഞാൻ എന്റെ മോളിൽ കയറിയിട്ട് നാട്ടുകാരെ മാറിക്കും. അയാളെന്താ ആ സൈഡിൽ കൂടെ പോയേ? അപ്പൊ സ്വാഭാവികമായിട്ടും റോഡിന്റെ നടുക്കൂടെ പോകുന്ന വണ്ടിയുടെ കുഴപ്പമില്ലല്ലോ. ഇതുവരെ വളരെ ശരിയാ. അതെ, വളരെ ശരിയാ. യൂ ടേൺ എടുക്കാൻ അറിയാമോ? യൂ ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ട്, റൈറ്റ് ഇൻഡിക്കേറ്റർ.
റൈറ്റ് മേലേക്കല്ലേ? സോറി ചേട്ടാ. അത് താഴേക്ക്. ഇതെന്താ ഇത് ചേട്ടാ? ഇത് നിക്കണില്ല. ഓക്കെ, ഈ വൈപ്പർ നിക്കണില്ല. ഓക്കെ, വണ്ടിക്ക് എന്തോ പ്രശ്നമുള്ളതാ. ഓക്കെ. അയ്യോ, ആരോ ഹോൺ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ ഓടിക്കുന്നതായിരിക്കും. അതെ, ഞാൻ ഇറങ്ങട്ടെ. അതെ. അയ്യോ, പോട്ടെ, അവിടെ സൈഡ് ആയിക്കോ. സൈഡാക്കാം. അയ്യോ ചേട്ടാ ചേട്ടാ, ഞാൻ നിർത്തി. മതി നിർത്തിക്കോ, ഞാൻ ഓടിക്കാം. സിനിമ ഇറങ്ങിയപ്പോലെ ഞാൻ ഇത്ര ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഡ്രൈവിംഗ്? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ എടുക്കാം. അയ്യോ ചേട്ടാ, പിന്നില്ലേ ഇപ്പൊ നമ്മൾ പറയല്ലോ വിനു ചേട്ടൻ മൂവീസിലുണ്ട്, അമ്മ മൂവിയിലുണ്ട്. അപ്പം ലൈക് നെപ്പോ കിഡ് എന്നുള്ള ലൈക് അങ്ങനെയല്ല, എന്താ ഈശ്വരനെ വിളിച്ച പെട്ടെന്ന് ഇല്ല, എന്തെങ്കിലും ലൈക് ആ ഒരു ടാഗ് കാരണം എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിരുന്നോ? അത് തുടക്ക സമയത്തൊക്കെ മറ്റുള്ളവരുടെ ആയിരുന്നല്ല, എന്റെ തന്നെ തോന്നലിന്റെ പ്രശ്നമാണ്. കാരണം എല്ലാ ലൊക്കേഷനിൽ ചെല്ലുമ്പോ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പൂപ്പനെ പറ്റിയും അപ്പന്റെ ഓരോ കഥകളും അമ്മാവന്റെ കൂടെ വർക്ക് ചെയ്തതും അമ്മയുടെ കൂടെ വർക്ക് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈശ്വര, ഇനി ഞാൻ ചെന്ന് സിനിമയിൽ അഭിനയിച്ച് ഇവരുടെ പേര് കളയോ എന്നുള്ളൊരു പേടി കാരണം ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. ഈശ്വര, ഞാൻ ചിന്തിക്കും, ഞാൻ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു. അങ്ങനല്ല, ഇതൊന്നും അങ്ങനത്തെ കഥകളിലായിരുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അത് പക്ഷെ പിന്നെ എനിക്ക് 2-3 സിനിമകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ കാലം സിനിമ ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പം അത് എന്നിലേക്ക് നല്ല സിനിമകൾ വരാത്തതും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വന്നതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം ആ ഒരു സ്ട്രഗിൾ സ്റ്റേജ് മനസ്സിലായപ്പോൾ എനിക്ക് കിട്ടി പരിപാടി. അതായത് ഇത് ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ട് ആദ്യത്തെ സിനിമ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം പോയി 2ാമത്തെ സിനിമ കൂടെ ചെയ്യാം. അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ അടുത്തുള്ളൊരു ഇൻപുട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പം ആ ഒരു ഫേസ് കടന്നു കിട്ടി കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി ലെവലും ഒരു തോട്ട് പ്രോസസ് ഒക്കെ വർക്കായപ്പോ അങ്ങനത്തെ ടെൻഷൻ ഒന്നുമില്ല ഇപ്പൊ. അതല്ല ചേട്ടാ, അപ്പം ലൈക്ക് ഇവരും ചേട്ടന്റെ മൂവീസ് കാണുമ്പോ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും അഡ്വൈസ് അങ്ങനത്തെ എന്തെങ്കിലും തരാറുണ്ടോ? അത് ആക്ച്വലി അച്ഛൻ എപ്പോഴും പറയും, ഇപ്പോഴൊന്നല്ല പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ വെറുതെ നീ ഇപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും. കാരണം അത് നിന്റെ കാര്യങ്ങൾ നീ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നുള്ള ഒരു ക്ലാസ് പണ്ടേ പോലെ തന്നിട്ടുണ്ട്. അപ്പോ ഞാനിപ്പം പഠിക്കാൻ പോയി, ഞാൻ തന്നെയാണ് ആ കോഴ്സ് പ്രൊഡക്റ്റ് ഡിസൈനിങ് കണ്ടുപിടിക്കുന്നതും അത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞതും. അപ്പോ അച്ഛൻ ചോദിച്ചാൽ നിനക്ക് മാക്സിമം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ എല്ലാ വീട്ടിലും പറയുന്നത് പടി. അച്ഛനും അമ്മയൊന്നും എന്റെ അടുത്ത് ഇതുവരെ പഠിക്കാനേ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനത്തെ യാതൊരുവിധ ബ്ലോക്കും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്. ആ ജോലി ഞാൻ കളഞ്ഞതും എന്റെ ഇഷ്ടപ്രകാരമാണ്. ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ വന്ന് പറയുന്നത്, ഞാൻ ജോലി രാജിവെച്ച കേട്ടോ. അപ്പൊ അവര് ഒരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നിന്റെ അടുത്ത പരിപാടി. അപ്പൊ അങ്ങനത്തെ യാതൊരുവിധ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ പറയുന്നത്. ചിലപ്പോൾ ഷൂട്ടിന്റെ 2-3 ദിവസമായിരിക്കും, നാളെ ഇന്ന ഇത് തുടങ്ങാൻ. അപ്പോഴായിരിക്കും അമ്മ ചോദിക്കുന്നത് എന്താ അതിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കും. അത്രേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു 5 മിനിറ്റത്തെ കോൺവെർസേഷനേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു ഡിസ്കഷൻ ഒന്നും ഉണ്ടാവാറില്ല. അല്ല, ഞാൻ ഈ പടം കണ്ടപ്പോഴാ എന്നെ റൊമാൻസ് ആയിരുന്നു. പടത്തിലോ അഭിനയം ചെയ്യണ്ടേ? അല്ല, ഇത്ര റൊമാൻസ് ഒക്കെ എവിടെ കൊണ്ട് വെച്ചേക്കായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല? അടിപൊളിയായിരുന്നു. അതാ പറഞ്ഞ. അപ്പൊ ഓരോ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് റൂട്ടസ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ റൊമാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല, കൂടുതൽ ആൾക്കാർ കണ്ടോണ്ടായിരിക്കും. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അല്ലേ കോഫി കുടിക്കാൻ പോകുന്നത്. ബാക്കി നമുക്ക് കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, അതാ നല്ലത്. അതെ. ചേട്ടാ ഇവിടെ അല്ലേ? അപ്പൊ നമ്മൾ അനുശേടൻ ഇപ്പൊ ഇവിടെ നമ്മൾ റെസ്റ്റോറന്റിൽ എത്തി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സെഗ്മെന്റ് ആവാം. ചായ കുടിച്ച് തീർക്കല്ലേ? അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേരാണ് ചക്കം പക്കം. ചക്കം പക്കം. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളാണ്. അപ്പൊ ഈ ചക്കത്തിൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കും. അപ്പൊ അത് യെസ് ആണെങ്കിൽ ചേട്ടൻ ഓരോരോ സിപ്പ് കുടിക്കാം. അത് പറഞ്ഞ പെട്ടെന്ന് കുടിച്ച് തീർക്കല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ചക്കത്തിലോട്ട് പോവാം.
ഞാൻ ഒരു ചക്കം വായിക്കാം, യെസ് ആണെങ്കിൽ ചേട്ടൻ കുടിക്കണേ. ഓക്കെ. ബിഗ് ബെൻ എന്ന മൂവിയുടെ ലൊക്കേഷനിൽ വെച്ച് ഡയലോഗ് പറച്ചിലിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല. ഇല്ലേ? പ്രോയാണോ? അല്ല, പ്രോ അല്ല. എനിക്ക് അങ്ങനെ ഷൂട്ടിന് പറ്റിയിട്ടില്ല, ഡബിന് പറ്റിയിട്ടുണ്ട്. ആണോ? ഡബിന് ചില സമയത്ത് ചില വാക്കുകൾ ഇങ്ങനെ ഉടക്കും. ഉടക്കിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റക്കായി കഴിഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ നിൽക്കും. ഈശ്വരൻ, ഞാൻ അതിനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും, അതിങ്ങനെ നിൽക്കും. അതിങ്ങനെ തെറ്റി അവസാനം ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അത് ഡബിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടാസ്കിലോട്ട് പോവാം. ചായ ഇല്ല. ഇല്ല, ചായ ഇല്ല, നോക്കിയിരുന്നുണ്ട്. നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. ഞാനൊരു മൂവി ആക്ട് ചെയ്ത് കാണിക്കാം, ചേട്ടൻ അത് ഏതാന്ന് പറയണം. അങ്ങനെ ദം സ്റ്റാർട്ട്സ് പോലെ. ഓക്കെ. രണ്ടുപേര്. അയ്യോ, അങ്ങനെയല്ല. അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞാൽ 2 വാക്കുണ്ടെന്നാണ്. 2 വാക്കെന്നാണ്. ഓക്കെ, 2 വാക്കുകളുണ്ട്. ആദ്യത്തത്, രണ്ടാമത്തെ സുന്ദരി. ആദ്യത്തത് രണ്ടാമത്തെ വാക്ക് സുന്ദരി. അങ്ങനെയല്ല, അതിനകത്തുനിന്ന് കുറച്ചൊന്ന് ഇതാക്കാനുണ്ട്, ഒരു ഏകദേശം കിട്ടാൻ വേണ്ടിട്ടാ. ആദ്യത്തെ വാക്ക് കുടിക്കല്ലേ? കിട്ടണില്ല, ഇപ്പൊ എങ്ങനെ കാണിക്കുക? അയ്യോ, ഇങ്ങനെ ഓരോരോ വാക്കുകൾ കട്ട് ചെയ്ത് അക്ഷരങ്ങൾ അത് കാണിക്കാൻ, ഇത് അങ്ങനത്തെ ഫസ്റ്റ് വാക്ക് അങ്ങനെ കാണിക്കാൻ പറ്റണ ഇതല്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം. പറയുക, പാടുക, ഗാനം, താളം, ഗാനം, പാട്ട്. മലയാളം പാട്ടാണോ അതോ ഇംഗ്ലീഷ് പാട്ട്? മാപ്പിളപ്പാട്ട്, നാടൻ പാട്ട്? നാടൻ പാട്ടല്ല, ഓണപ്പാട്ട് അതുമല്ല, ലളിതഗാനം. അയ്യോ, എനിക്ക് മനസ്സിലായി, ലളിതം സുന്ദരം. ഓക്കെ, നമുക്ക് അടുത്ത ചക്കത്തിലോട്ട് പോവാം. ഓക്കെ. അറിയാതെ ഞാനൊരു ചായയുടെ സിപ്പ് കുടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, സാരില്ല. അനു എന്ന പേര് കേൾക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ആൾക്കാർ സംശയിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ. കാരണം ഏറ്റവും വലിയ കോമഡി അതല്ല, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്യും വോൾവോയിലൊക്കെ ബസ്. അപ്പം എപ്പോ നോക്കിയാലും എന്റെ അടുത്ത് ഒരു പെൺകുട്ടിയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്റെ ലേഡി സീറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കുറെ പേര് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിസ്സസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ സെയിം അനു മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി. അപ്പൊ അങ്ങനത്തെ കുറെ ബാല്യകാല സ്മരണകൾ എനിക്കുണ്ട്. അടുത്ത ചക്കത്തിലോട്ട് പോവാം. ലിപ് ലോക്ക് സീൻ സിനിമയിൽ ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ ട്യൂട്ടോറിയൽ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഇല്ല. ഇല്ല, ചോദിച്ചോ, ഇതിനകത്ത് എഴുതിക്കണതുണ്ടോ? അപ്പൊ ചേട്ടൻ എന്നാലും എത്ര ടേക്ക് വരെ പോയിട്ടുണ്ട്? അങ്ങനല്ല, ഇത് അങ്ങനെ ഒരു നമുക്ക് ആ കഥയ്ക്ക് ഭയങ്കര ആവശ്യമായിരുന്നു ആ സിനിമയിൽ. കാരണം ഒരുപാട് നാളിപ്പം എന്റെ കസിൻസിനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനൊരു സ്ഥലത്ത്, അമ്മ ഒരു സ്ഥലത്ത്, മകൻ ഒരു സ്ഥലത്ത്. അപ്പം 3 ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ സിനിമ. നമ്മൾ ബിഗ് ബെൻ തുടങ്ങുമ്പോൾ അങ്ങനെയാണ്. മകൾ ഒരു സ്ഥലത്ത്, ഭർത്താവ് ഒരു സ്ഥലത്ത്, ഭാര്യ ലണ്ടനിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരുടെ ഫാമിലി കണക്ഷന്റെ ഒരു അഭാവം അവിടെ ഉണ്ട്. അപ്പം അതിന് അവിടെ ചെല്ലുമ്പോഴും അവർ യൂണിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതാ സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്ട്രീം ഒരു സെനാരിയോയിലേക്കാണ് സിനിമ പോകുന്നത്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പരിപാടികളാണല്ലോ. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ വലിയ ട്യൂട്ടോറിയൽ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഡയറക്ടർക്ക് എന്താ വേണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട്. എന്നാലും എത്ര ടേക്ക് വരെ പോയിട്ടുണ്ട്? അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ഒരു 1-2 ടേക്കിലൊക്കെ തീർന്നു. ഓക്കെ, കുടിച്ചില്ല അല്ലേ? ഓക്കെ, ഇനി അടുത്ത പക്കത്തിലോട്ട് പോവാം. ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു സീരിയലോ? മാനസപുത്രി, ചന്ദ്രോദയം, ഒരുപാട് സീരിയലുകളുണ്ട്. ഒരുപാട് സീരിയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നു ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഓർത്തിരിക്കുന്നത്? ഇതൊക്കെ ഓർത്തിരിക്കുന്ന കടമറ്റത്ത് കത്തനാര്, ചന്ദനമഴ കാണാറുണ്ടോ?
ചന്ദനമഴയ്ക്ക് ഈ അടുത്തിടയ്ക്കില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കാണാറുണ്ട്. കാരണം അതിനകത്തൊക്കെ മിക്ക സീരിയലും അമ്മ ഉണ്ടാവും. അപ്പോ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രേത സീരിയൽ ഉണ്ടായിരുന്നു, എന്താ കള്ളിയങ്കാട്ട് നീലി എന്നാന്ന് തോന്നുന്നു. അതെ, അങ്ങനത്തെ നല്ല കുറെ സീരിയലുണ്ട്. പിന്നെ ശ്രീകൃഷ്ണൻ, ജയ് ഹനുമാൻ, ഇതൊക്കെ കാണാൻ ഒരുപാട് കണ്ടു. ഓക്കെ, നമുക്ക് അടുത്ത ചക്രത്തിലോട്ട് പോവാം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ച് സംസാരിച്ചൊക്കെ നിക്കില്ലേ, സംസാരിച്ച് നിന്ന് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഇറങ്ങിപ്പോകും. ചിലപ്പോ പെട്ടെന്നായിരിക്കും ആലോചിക്കുന്നത്, അയ്യോ പൈസ കൊടുത്തോ വിളിച്ചിട്ടുണ്ടോ ചേട്ടാ പൈസ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവരെ കൊടുത്താണ്, ഇപ്പൊ എന്റെ വൈഫ് ഉണ്ട് അവള് കൊടുത്തു എന്ന് വിചാരിക്കും, അവള് വിചാരിക്കും ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. ഓക്കെ, നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹിറ്റ് ഡയലോഗ് പറയാം. ഹിറ്റ് ഡയലോഗ് ലാലേട്ടന്റെ എത്രയോ സിനിമകള്, മോനെ ദിനേശൊക്കെ ഞങ്ങള് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. എന്താ മോനെ ദിനേശ, ക്യാമറ നോക്കി ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഹിറ്റ് ഡയലോഗ് നമുക്ക് എന്താ മോനെ ദിനേശ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ഡയലോഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറുപ്പകാലത്ത് നമ്മള് കണ്ട് ഹരം കൊണ്ടതായോണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സ് നിൽക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, നമുക്കെന്നാ അടുത്ത ചക്കത്തിലോട്ട് പോവാം. നേരം വൈകി ഫോൺ ചെയ്തതിന്റെ പേരിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുണ്ട്? അമ്മയുടെ ഞങ്ങൾ പ്രേമിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്ഥിരം ഇത് തന്നെയായിരുന്നു. ഞങ്ങളൊരു 7-8 വർഷം പ്രേമിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഈ പറയുന്നത് പോലെ വീട്ടില് പല വേറെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്നൈക്ക് പോയിട്ടുണ്ട്. ഞങ്ങളവിടെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പ്രേക്ഷക വിളിക്കുന്നു. ആണോ? ആരാണോ? എടുത്താലോ? ഹലോ ചേട്ടാ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് അലീന എന്നാണ്. ഹായ് അലീന. ഹായ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ആണോ? എന്താ ചെയ്യുന്ന അലീന? ഞാൻ ജേർണലിസ്റ്റ് ആണ്. ഓക്കെ. എവിടെയാ വർക്ക് ചെയ്യുന്നത് അപ്പോ? കോട്ടയത്ത് തന്നെയാണ്. ആണല്ലേ? ഓക്കെ, താങ്ക് യു. സിനിമ കണ്ടായിരുന്നോ ബിഗ് ബെൻ? കണ്ടിരുന്നു. നല്ല സിനിമയാണ്. എന്താണ് അത് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബിഗ് ബെന്നിലെ ക്യാരക്ടർ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഭയങ്കര സന്തോഷമല്ലേ? അതെ, നല്ല സിനിമകൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അതെ. അപ്പൊ എല്ലാവർക്കും അതെ അതിന്റെ എല്ലാ ക്യാരക്ടേഴ്സും കണക്ട് ആയി എന്ന് പറയാം. നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ള ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റും. അതെ, അത് തന്നെ നമുക്കൊരു നമ്മുടെ ഹോംലി ഫീൽ ചെയ്യും. അതെ, സത്യം. പ്രത്യേകിച്ച് കുഞ്ഞ് എന്നൊക്കെ ഉള്ള ഒരു ഇമോഷനൊക്കെ. അതെ, ഓക്കെ. ഞാനിപ്പോ വിളിച്ചത് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ സിനിമയില് അനുവിന് ജോഡിയായിട്ട് അതിഥിയാണ് അഭിനയിച്ചത്. അപ്പൊ ഇനി ഒരു സിനിമ അതിഥിയോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ എന്തായിരിക്കും അനുവിനൊരു റെസ്പോൺസ്? ഈ സിനിമ തുടർന്ന് അതിഥിയുടെ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതോ അത് താല്പര്യം ഇല്ലാതിരിക്കാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതല്ല, ഇപ്പം ഈ അപ്പം അതൊക്കെ ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം ആ കഥാപാത്രത്തിന് ആപ്റ്റ് ആവുന്ന ആളുകൾ ആരാണെന്നുള്ളത് സംവിധായകന്റെ ചോയ്സ് ആണല്ലോ. അപ്പോൾ ഇനി ഒരു അടുത്ത സിനിമയിൽ അതിഥി പേരായിട്ട് വരികയാണെങ്കിൽ സന്തോഷം തന്നെയാണ്. കാരണം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളുള്ള ഒരാളാണ് അതിഥി. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ചെയ്യാതിരിക്കാൻ. താങ്ക് യു സോ മച്ച്. കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്. നല്ല നല്ല അവസരങ്ങൾ ഇനിയും വരട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. അലീനയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? നമ്മൾ ചക്കം പക്കത്തിൽ നമ്മൾ എവിടെയോ നിൽക്കുമായിരുന്നു. നമ്മള് ലവ് സ്റ്റോറി അത് പറയട്ടെ. അല്ല, അത് തന്നെ. അപ്പം അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ചെന്നൈ പോയത്. ചെന്നൈയിൽ അതാ പറഞ്ഞ. അപ്പൊ രാത്രി ഒരുപാട് ഇങ്ങനെ കോൾ ചെയ്യുമല്ലോ. അപ്പൊ അവള് ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കും, ഞാനും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് രാത്രി ഇങ്ങനെ നോൺ സ്റ്റോപ്പ് കോളൊക്കെ വരുമ്പോ പരിചയപ്പെട്ടപ്പോ ഞങ്ങൾ കുഞ്ഞിലേ അറിയുന്ന ആൾക്കാരാണ്. അപ്പം എന്റെ ഒരു സെക്കൻഡ് തേർഡ് കസിൻസ് ആയിട്ടൊക്കെ വരും. അപ്പൊ ഞങ്ങൾ വളരെ കുഞ്ഞിലേ അറിയുന്നതാണ്. പക്ഷെ എപ്പോഴാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമ വന്ന് പറഞ്ഞു ഒരു പോയിന്റ് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഞങ്ങൾ അങ്ങനെ ഗ്രാജുവലി
എനിക്ക് രണ്ടുപേർക്കും പറയാതെ ഞങ്ങൾ പോലും അറിയാണ്ട് ഞങ്ങൾ എങ്ങനെയോ അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ഒരു 8 വർഷത്തോളം ഞങ്ങൾ പ്രേമിച്ചു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 26 വയസ്സൊക്കെ ആയപ്പോഴാണ്. അപ്പൊ നമ്മള് ജോലി റിസൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്, സിനിമ ഇങ്ങനെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം വീട്ടിൽ പറഞ്ഞാൽ ഒരു 2 വർഷം എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് വരുമായിരിക്കും, സമ്മതിക്കില്ല. അപ്പൊ അമ്മ സമ്മതിച്ചാലും അവളുടെ വീട്ടിൽ നോക്കുമ്പോൾ ഈ സിനിമാക്കാരെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണകളില്ലേ, ഇതൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ കഴിഞ്ഞ് എന്തായാലും 2 വർഷം സമയം എടുക്കും. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യാണ് 26 പറയാം, ഇപ്പൊ 27, 28, 29 ഒരു 3 വർഷം കൊണ്ട് കുട്ടിക്കലാശം സംബന്ധിച്ച് 29 വയസ്സിലേക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ദിവസം രാത്രിയിൽ അമ്മ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അവതരിപ്പിച്ചു. അപ്പൊ അമ്മ ആര് അവളോ ഓക്കെ, നമ്മൾ ഞെട്ടിയില്ല, അവൻ ഭയങ്കര ന്യൂട്രൽ ആയിട്ട് അത് എടുത്ത്. എന്നിട്ട് ആ ശരി എന്നൊക്കെ പറഞ്ഞാൽ നീ നോക്ക്, നീ എന്റെ സിനിമ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെ നിന്നിട്ട് പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ ഒരു ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത്, ഒരു 8-9 മണിക്കൊക്കെ ഉണർന്ന് വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറയണം, എടാ ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചായിരുന്നു കേട്ടോ, നമുക്ക് നെക്സ്റ്റ് മന്ത് എൻഗേജ്മെന്റ് നടത്താം. ഞാൻ പറഞ്ഞു എന്താ, ഒരു മിനിറ്റ് എനിക്കൊന്ന് പ്രോസസ് ചെയ്യാൻ സമയം തരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. അവളുടെ വീട്ടിൽ വിളിച്ചു, അവരും ഭയങ്കര ഹാപ്പി, ഞാനും ഭയങ്കര ഹാപ്പി. 26 തന്നെ കല്യാണം ഉണ്ടായിരുന്നല്ലേ? 26-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അത് ഞാനാ പറഞ്ഞൊരു വിത്തിൻ 3 months ഞങ്ങൾ കല്യാണം കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഞെട്ടലായിരുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. ബിഗ് ബൻ മൂവിയില് ചേട്ടനും അതിഥി ചേച്ചി അല്ലെങ്കിൽ വേറെ 2 പേരെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആരായിരിക്കും? ചേട്ടനൊരു പോയിന്റ് ഓഫ് വ്യൂല് ഈ ക്യാരക്ടർ ഇയാൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഇയാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതൊന്നല്ല. അങ്ങനല്ല, അത് അങ്ങനല്ല. അത് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല വേറൊരു ആക്ടർ വന്ന് ആ സിനിമ ചെയ്യുമ്പോൾ പുള്ളി പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈലും രീതികളൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പം രൂപം കൊണ്ടും അപ്പം എനിക്ക് ഇപ്പം എൻ്റെ സുഹൃത്തെന്നില്ല ചന്തു ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ഇപ്പം ഇത്രൂടെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആസിഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർ ചെയ്യുമ്പോഴും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്നെ ഒരു 5 ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കൊടുത്താൽ 5 സിനിമകൾ കിട്ടും എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും രീതികൾ വ്യത്യാസമായതുകൊണ്ട് ആപ്റ്റായിരിക്കും. കാരണം ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്ക് അടുത്ത ചക്കത്തിലോട്ട് പോവാം. ചക്കാണേ. ബെസ്റ്റ് ഫ്രണ്ട് ആയി കണ്ട ആൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഇല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്രയോ നാളായിട്ട് പ്രേമിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം. അവളുടെ ഫ്രണ്ട്സ് കോമൺ ഫ്രണ്ട്സ് ആണ്, എന്റെ ഫ്രണ്ട്സ് എല്ലാം അവളുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇത് ഞങ്ങള് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന പേര് അറിയാത്തോന്നുണ്ട്. എന്റെ വീട്ടിലും അവളുടെ വീട്ടിലും ബാക്കി നമ്മുടെ കസിൻസിനൊക്കെ അറിയാം, ചേച്ചിക്ക് അറിയായിരുന്നു, എന്റെ കസിൻസിനെല്ലാം അറിയാം, എന്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. ഞങ്ങള് ഒളിച്ചും പാത്തുമൊക്കെ ഞങ്ങൾ എല്ലാം കൂടെ കറങ്ങാനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ചക്കത്തിലോട്ട് പോവാം. ഒരാവശ്യവും ഇല്ലാതെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്? ഒറ്റയ്ക്ക് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരാവശ്യമില്ലാണ്ട് ഒരാവശ്യമില്ലാണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ ഒരാവശ്യമില്ലാതെ വെറുതെ കുറെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ഞാൻ ഇവിടെ കസോളൊക്കെ പോയിട്ടുണ്ട്. കസോൾ അങ്ങനെ നോർത്ത് ഏരിയയിലൊക്കെ അങ്ങനെയൊക്കെ പോകാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ചെന്നൈ പോകും. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താ പോകുന്നത്. അപ്പൊ നോൺ സ്റ്റോപ്പ് ഒറ്റയ്ക്ക് ചെന്നൈ വരെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് യാതൊരു ബോറടിയില്ല. എന്നാ ഇവളെ ഫോൺ ചെയ്തുകൊണ്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. ആങ്കർ വണ്ടി ഓടിച്ചതിന്റെ ഫീഡ്ബാക്ക് പറയണം. ഇപ്പോഴോ? ഞാനത് ഇപ്പൊ പറയണോ? ചേട്ടാ അങ്ങനെ പറഞ്ഞ ചേട്ടൻ കാരണം ചെയ്യാൻ നന്നായിട്ട് ഓടിച്ചെന്നല്ലേ പറഞ്ഞത്. ഞാനൊന്ന് മാറ്റി വരുന്നുള്ളൂ ചായ കൊടുത്തിട്ട്. നല്ലായിരുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നൈസ് ട്രൈ. ഡോണ്ട് ട്രൈ അഗൈൻ. നീ ഇങ്ങനെ ഓടിക്കുന്നു വിചാരിച്ചപ്പോ ഞാൻ വണ്ടി ഓടിക്കുന്ന വിചാരിച്ചത്, നാട്ടുകാരെ ഓടിക്കുന്നല്ല. ചേട്ടാ ഞാൻ ശരിക്കും ഓടിക്കാറുണ്ട്. കേട്ടന്റെ മിസ്റ്റേക്കാ. ഞാൻ കരുതിയത് എന്താ, വണ്ടി ഓടിക്കും ചേട്ടാ, ഞാൻ ഓടിക്കാറുണ്ടെന്നല്ല പറഞ്ഞേ, അത് നാട്ടുകാരെ ഓടിപ്പോ. ചേട്ടാ ഞാൻ ശരിക്കും നന്നായിട്ട് ഓടിക്കുന്നെങ്കിൽ ലൈസൻസ് ഒക്കെ ഉണ്ട്. ബിഗ് ബൻ എന്നാ മറ്റേ സക്സസ് പാർട്ടി എന്നാ? സക്സസ് പാർട്ടി ഉടനെ ഉണ്ടാവണം. എന്നെ വിളിക്കണേ. ഉറപ്പായിട്ടും എല്ലാരും വിളിക്കാം. എല്ലാവർക്കും കൂടെ ഒന്ന് തകർക്കാം. അതെ. ഓക്കെ, അപ്പം ഇനിയും ഒരുപാട് മൂവീസിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും അങ്ങോട്ട് നേരുന്നു. ഇനി ഒരുപാട് പരിപാടികൾ മുന്നോട്ട് വരട്ടെ, വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു.